ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള അരുവിക്കര ഡാമാണ്. ഈ നാട്ടിലുള്ളവർക്ക് അറിയായിരിക്കും, അറിഞ്ഞൂടാത്ത നാട്ടുകാർക്ക് പറഞ്ഞു തരുന്നതാണ്, പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ അരുവിക്കര ഡാമാണ്. ഇവിടെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കുറച്ചധികം വെള്ളം കയറി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡാമിൻ്റെ ഒരു 3-4 ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നി, അങ്ങനെ ഒന്ന് പോയതാണ് കേട്ടോ. ഞങ്ങൾ വേറൊരു ആവശ്യമായിട്ട് അവിടെ പോയതാണ്. പക്ഷേ ഡാമിൽ പോയി കാണണമെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഇതാ നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. ഡാമിൻ്റെ വെള്ളം പോകുന്നുണ്ടോ, ഷട്ടർ കൂടെ തുറന്നിരിക്കുന്നുണ്ട്. നല്ല ഫോഴ്സിലാണ് കേട്ടോ, വെള്ളം കയറി കിടപ്പുണ്ട് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല വെയിലുമുണ്ട്. ഇത് മേൽപ്പാലമാണ് കേട്ടോ. ഇതിൽ കൂടെ നമ്മുടെ വാഹനങ്ങളൊക്കെ പോകും, ബസ്സുകളൊക്കെ, ബസ് റൂട്ടാണ് കേട്ടോ അത്. നല്ല ഫോഴ്സുണ്ട്, നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടോ. ഇത് അവിടെയുള്ളൊരു അമ്പലത്തിൻ്റെ ആർച്ചാണ് കേട്ടോ. അവിടെ ഒരു അമ്പലവും ഓഡിറ്റോറിയമൊക്കെ ഉണ്ട്. അതിൻ്റെ ആർച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് ആ ആർച്ചിൻ്റെ അവിടെ അകത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള ഫോഴ്സാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത്, അതായത് പാലത്തിൻ്റെ അടുത്ത ഭാഗത്തുള്ള വെള്ളം പോകുന്ന ഫോഴ്സാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ പാറക്കെട്ടുകളായിരുന്നു. മുന്നേയൊക്കെ ഇവിടെ ഇറങ്ങായിരുന്നു, വെള്ളം കുറവായിരുന്ന സമയത്തൊക്കെ ഇവിടെ ഇറങ്ങായിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയാണ്. നമുക്ക് ആ പാറ, ഇപ്പം മൊത്തം പാറയാണ്. ആ പാറപ്പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളം നിറയെ കയറി കിടക്കുകയല്ലേ, അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടുത്തെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്. കണ്ടോ ഫോഴ്സ് കണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, ഇങ്ങനത്തെ ഫോഴ്സൊക്കെ അടുത്ത് നിന്ന് കാണുമ്പോൾ പേടിയാണ്. നമ്മളെ പാലത്തിൻ്റെ മേൽഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു കടയാണ് കേട്ടോ. എല്ലാ ഐറ്റം, പഴയ കാലത്തുള്ള എല്ലാ ഐറ്റം മുട്ടായിസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു സോഡ നാരങ്ങയൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ പാർക്കാണ് കേട്ടോ. ഡാമിനോട് ചേർന്നിട്ടുള്ളൊരു പാർക്കാണ്, ശിവ പാർക്ക് എന്നാണ് കേട്ടോ. ചെറിയൊരു ശിവൻ്റെ ഒരു രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശിവ പാർക്ക് എന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ലൊരു പ്രകൃതി രമണീയ പാർക്കാണ് കേട്ടോ. മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ പറ്റും. ഡാമിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ പാർക്ക്. ഞങ്ങളിവിടെ കുറച്ച് സമയം ഇരുന്നിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് പോന്നു. പിന്നെ ഒഴിവ് ദിവസമല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് വേഗം വന്നു. ഇതെന്ന് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ആർച്ചും അമ്പലമൊക്കെയാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. പിന്നെ ഉള്ളത് അമ്പലത്തിൻ്റെ സൈഡുള്ളൊരു പാറക്കെട്ട് ഒഴുക്കുവാണേ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്.